പന്തളം FTC സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കൃഷി പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ശീതകാല പച്ചക്കറി കൃഷിയാണ്. നമ്മുടെ കാബേജും കോളിഫ്ലവറും ക്യാരറ്റും പോലുള്ള ശീതകാല വിളകൾ ഇനി വരുന്ന നമുക്ക് ലഭിക്കുന്ന ഈ തണുപ്പ് സമയത്ത് കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മുൻപൊക്കെ ഇത് നമ്മുടെ ഹൈ റേഞ്ച് മേഖലകളിൽ മാത്രമായിരുന്നു ഇത് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലുടനീളം സമതല പ്രദേശത്തുമൊക്കെ നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള ശീതകാല വിളകൾ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് പ്രധാനമായും നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ വിളവ് തരാൻ കഴിയുന്ന ട്രോപ്പിക്കൽ ഇനങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ ഇനങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ഇത്തരത്തിൽ കേരളത്തിലുടനീളം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കൂടുതലായും കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന ശീതകാല വിളകൾ കാബേജും കോളിഫ്ലവറുമാണ്. അപ്പൊ നമ്മൾ ഇവയുടെയൊക്കെ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത്, ഓരോ വിളകളിലും ഒട്ടനേകം ഇനങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സാഹചര്യത്തിൽ വിളവ് തരാൻ കഴിയുന്ന കുറച്ചിനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില ഇനങ്ങളൊക്കെ നമുക്ക് ഊട്ടിയിലൊക്കെ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ വിളവ് തരാലും അത്തരം ഇനങ്ങൾ നമ്മുടെ സാഹചര്യത്തിൽ വിളവ് തരണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോ നമ്മൾ വിളകൾ തിരഞ്ഞെടുത്താലും അതിനുള്ള പ്രത്യേക ഇനങ്ങൾ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതില് കാബേജിലാണെങ്കിൽ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ശുപാർശ ഈ ഇനങ്ങളാണ്. കാബേജിൽ കൃഷി ചെയ്യേണ്ടത് NS43, NS160, NS183 എന്നീ ഇനങ്ങളാണ്. ഇതിൽ NS എന്ന് പറയുന്നത് നാംധാരി സീഡ്സിന്റെ ചുരുക്കപ്പേരാണ് NS. അപ്പൊ ഈ മൂന്നിനങ്ങളും നമ്മുടെ കാലാവസ്ഥയിൽ നല്ല വിളവ് തരുന്ന ഇനങ്ങളാണ്. അതിൽ NS43യുടെ ഹെഡ്, നമ്മൾ കാബേജിന്റെ നമ്മൾ കഴിക്കുന്ന ഭാഗത്തിന് ഹെഡ് എന്നും കോളിഫ്ലവറിനെ കേർഡ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ കാബേജിന്റെ ഹെഡ് കുറച്ച് പരന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഹെഡാണ്. അത് കുറച്ച് ലൂസ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒന്ന് നെടുകെ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇലകൾ അല്പം ലൂസ് ആയിട്ടാണ് അതിൽ അടുക്കിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ NS43 അത്തരത്തിൽ പരന്ന കുറച്ച് ലൂസ് ആയിട്ടുള്ള ഹെഡുകളാണ്. അതേസമയം NS160യുടേത് നല്ല ഉരുണ്ട ദൃഢമായിട്ടുള്ള ഹെഡുകളാണ്. നമ്മൾ മുറിച്ച് നോക്കിയാൽ ഇലകൾ നല്ല കട്ടിക്ക് അടുക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത NS183 എന്ന് പറയുന്നത് കുറച്ച് നീല കലർന്ന പച്ച നിറമുള്ള ഇനമാണ്. അത് ഒരു 65 മുതൽ 70 ദിവസം വരെയാണ് നമുക്ക് വിളവെടുപ്പിന് പാകമാകുന്നത്. പ്രധാനമായും കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ, സമതലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഇനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ കഴിയുന്ന മൂപ്പ് കുറഞ്ഞ ഇനങ്ങളാണ്. അപ്പോൾ കാബേജിന്റെയും കോളിഫ്ലവറിന്റെയും കൃഷിരീതി ഒരുപോലെയാണ്. നമ്മൾ വിത്ത് മുളപ്പിച്ചാണ് ഈ കാബേജും കോളിഫ്ലവറും അതുപോലെ ബ്രൊക്കോളിയും ഒക്കെ കൃഷി ചെയ്യുന്നത്. എന്നാൽ മറ്റ് ശീതകാല വിളകൾ, പ്രധാനമായിട്ട് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷും ഒക്കെ നേരിട്ട് വിത്ത് പാകിയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ കാബേജും കോളിഫ്ലവറും നമ്മൾ തൈകൾ പറിച്ചു നട്ട് കൃഷി ചെയ്യും. ബാക്കിയുള്ളത് നേരിട്ട് കൃഷിയിടത്തിൽ നട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ആണ് ഇതിന്റെ പ്രധാന കൃഷി സീസൺ. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യം നമ്മൾ ഈ കാബേജിന്റെയും കോളിഫ്ലവറിന്റെയും ഒക്കെ വിത്തുകൾ നടുന്നു. ഒരു നവംബർ മാസം നമുക്കിതിനെ പറിച്ച് പ്രധാന കൃഷിയിടത്തിലേക്ക് ഗ്രോ ബാഗിലോ ഒക്കെ നടാം. അപ്പൊ അത്തരത്തിൽ നടുമ്പോൾ പിന്നീട് ലഭിക്കുന്ന, നമുക്ക് ഡിസംബറിലും ജനുവരിയിലും ഒക്കെ ലഭിക്കുന്ന ആ നല്ല തണുപ്പുള്ള സമയത്ത് ഇതിന്റെ ഹെഡും കേർഡും ഒക്കെ രൂപപ്പെട്ട് വരികയും നല്ല വിളവ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നവംബർ മാസം എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും തൈ ഉൽപ്പാദിപ്പിച്ച് ആ തൈകള് ഇളക്കി നടേണ്ട സമയമാണ്. അപ്പൊ കാബേജിന്റെയും കോളിഫ്ലവറിന്റെയും ഒക്കെ വിത്ത് നല്ല കടുക് മണി പോലെ ഇരിക്കും. കടുകിന്റെ വലിപ്പത്തിൽ അതുപോലുള്ള തന്നെ വിത്തുകളാണ്. കടുകിന്റെ അതേ കുടുംബത്തിൽ പെടുന്നതാണ് ഈ കാബേജും കോളിഫ്ലവറും. നമുക്ക് 1 സെന്റിലേക്ക് കൃഷി ചെയ്യാൻ 2 ഗ്രാം വിത്ത് ആവശ്യമായി വരും. അപ്പോൾ ഈ കാബേജിന്റെയും കോളിഫ്ലവറിന്റെയും ഒക്കെ തൈകള് വളരെ മൃദുവായിട്ടുള്ള തൈകളാണ്. അതുപോലെ തീരെ ചെറിയ വിത്തുകളുമാണ്. അപ്പൊ നമ്മൾ മണ്ണിൽ തന്നെ നഴ്സറികളിൽ തൈയാക്കി വളർത്തുകയോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ തൈ വളർത്തുമ്പോൾ അത് തീരെ കൂടുതൽ നമുക്ക് പിടിച്ചു കിട്ടാറില്ല. പലതും അഴുകി പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ നല്ല കരുത്തുള്ള തൈകൾ കിട്ടാനായിട്ട് നമ്മൾ പ്രോട്രേകളിൽ പാകി തൈകളാക്കി വളർത്തുന്നതാണ് നല്ലത്. അപ്പൊ ഈ പ്രോട്രയില് തൈ ഉൽപാദനം ശരിക്കും ഈ കുടുംബശ്രീ കൂട്ടായ്മകൾക്ക് ഒരു തൊഴിൽ സംരംഭമായി തന്നെ എടുക്കാവുന്നതാണ്. കൂടുതലായി തൈകൾ ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ നഴ്സറിയിൽ നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പൊ നഴ്സറി തൈ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന ട്രേകൾ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ട്രേകൾ. ഇത്തരം ട്രേകളിലാണ് നമ്മൾ തൈകൾ വിത്ത് നടേണ്ടത്. അപ്പോൾ ഇത് പല അറകള് എന്ന് വെച്ചാൽ ഇതിനുള്ളിലുള്ള ഓരോ സെല്ലുകളെയും അറകൾ എന്നാ പറയുന്നത്. അപ്പൊ അത് പല എണ്ണം അറകളുള്ള ട്രേകൾ ഇന്ന് ലഭ്യമാണ്. 50 അറകളുള്ളത് 98, 144, അങ്ങനെ 260 വരെ അറകളുള്ള ട്രേകൾ നമുക്ക് ഇന്ന് ലഭിക്കും. അപ്പൊ ഇതിൽ നമുക്കൊരു 98, സാധാരണ കിട്ടുന്നത് 98 സെല്ലിന്റെയാണ്. അതിൽ 98 അല്ലെങ്കിൽ 144 സെല്ലുകളുള്ള ട്രേകൾ നമുക്ക് നമ്മുടെ കാബേജും കോളിഫ്ലവറും തൈ ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കാം. ഒരു ട്രേക്ക് ഏകദേശം ഒരു 20-25 രൂപ വില വരും. അപ്പൊ ഇത്തരം ട്രേകളിൽ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ കലർന്ന നടിയിൽ മിശ്രിതം അല്ല ഉപയോഗിക്കേണ്ടത്. നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല നടിയിൽ മിശ്രിതം തന്നെ ഉപയോഗിക്കണം. അപ്പൊ അതിന് നമുക്ക് നല്ല ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ആയ ചകിരിച്ചോറ് തന്നെ ഉപയോഗിക്കുക. അതിന് അതേ അളവിൽ എത്ര ചകിരിച്ചോറാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ മണ്ണിര കമ്പോസ്റ്റും ചേർക്കുക. അപ്പം ഒരു ഭാഗം ചകിരിച്ചോറിന് ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റ് എന്നുള്ള രീതിയിൽ രണ്ടും കൂടി മിക്സ് ചെയ്യുക. നമുക്ക് കമ്പോസ്റ്റ് ഒക്കെ ചകിരിച്ചാറ് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ചകിരിച്ചോറിന്റെ ബ്ലോക്കുകൾ കിട്ടും. ഒരു 4.5 തൊട്ട് 6 കിലോഗ്രാം വരെ ഉള്ള ഈ ചകിരിച്ചോറിന്റെ കട്ടകൾ കിട്ടും. അപ്പൊ അതിനെ കോക്കോപീറ്റ് എന്നും നിയോപീറ്റ് എന്നും ഉള്ള പേരിലൊക്കെ ലഭിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഈ ചകിരിച്ചോറിന്റെ ബ്ലോക്കുകൾ കുതിർത്ത് നമുക്ക് നമ്മുടെ നടിയിൽ മിശ്രിതമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ആ ചകിരിച്ചോറിന്റെ ബ്ലോക്കുകൾ കുതിർത്തത് അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റും മണ്ണിര കമ്പോസ്റ്റും കൂടെ ഒരേ അനുപാതത്തിൽ മിക്സ് ചെയ്ത് അല്പം ഈർപ്പം നമ്മൾ കുതിർത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം വാർന്നു പോയി കഴിഞ്ഞ ശേഷം ആ ചകിരിച്ചോറ് നമുക്ക് ഈർപ്പത്തോടു കൂടി തന്നെ എടുക്കാം. അത് ട്രേകളിൽ നിറച്ച് നമ്മുടെ വിരലിന്റെ ഒരു 1/2 മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ ഓരോ അറകളിലും ഓരോ വിത്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇടണം. അതിനുശേഷം കുറച്ച് അല്പം കൂടി നടിയിൽ മിശ്രിതം വെച്ച് അതിനെ നന്നായിട്ട് മൂടി വെക്കണം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ ട്രേകൾ തന്നെ ഒരു സമയം നമ്മൾ ഇടുന്നതാണ് നല്ലത്. അത്തരത്തിൽ കൂടുതൽ ട്രേകൾ ഇടുമ്പോൾ ഒരു 8 മുതൽ 10 ട്രേകൾ വരെ നമ്മൾ ഒരുമിച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അടുക്കി വെക്കും. അടുക്കി വെച്ചതിന് ശേഷം അതിന്റെ പുറത്തൊരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നമുക്ക് മൂടി വെക്കാം. അപ്പൊ ഇത്തരത്തിൽ മൂടി വെക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇതിൽ നല്ലൊരു ഈർപ്പവും നിൽക്കും, അതുപോലെ തന്നെ ചെറിയൊരു ചൂടും കിട്ടി വളരെ പെട്ടെന്ന് തന്നെ വിത്തുകൾ മുളച്ചു വരും. അപ്പോൾ ഈ ക്യാബേജിലും കോളിഫ്ലവർ, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ തൈ ഉൽപാദന രീതി എന്ന് പറഞ്ഞാൽ ക്യാബേജിനും കോളിഫ്ലവറിനും മാത്രമല്ല, പൊതുവെ എല്ലാ പച്ചക്കറികളുടെ തൈ ഉൽപാദനവും ഇത്തരത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മറ്റ് പച്ചക്കറിയുടെ തൈ ഉൽപാദനവും ഈ രീതിയിൽ തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ട്രേകൾ അടുക്കി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും വിത്തുകള് ഒരു 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് മുള പൊട്ടിത്തുടങ്ങും. 4-ാമത്തെ ദിവസം അത് നന്നായിട്ട് മുളച്ച് പുറത്തേക്ക് വരും. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ അടുക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം രാവിലെ തന്നെ അത് തറയിലേക്ക് നിരത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ മൃദുവായിട്ടുള്ള തൈകളാണെന്ന് ഞാൻ പറഞ്ഞു ഈ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും. അതുകൊണ്ട് തന്നെ ഇതിന് തൈ അഴുകല് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ തൈ അഴുകല് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് വരാതെ നോക്കുക, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് നന ക്രമീകരിച്ചു കൊടുക്കണം. അധികമായിട്ട് അതിൽ വെള്ളം ഒഴിച്ച് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാവരുത്. പിന്നെ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയ നമുക്ക് അതിന് വാങ്ങാനായിട്ട് കിട്ടും. അത് പൗഡറിൽ മിക്സ് ചെയ്താണ് കിട്ടുന്നത്. 1 കിലോഗ്രാം പാക്കറ്റിലൊക്കെ കിട്ടും. അപ്പൊ ആ സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ തൈകൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന റോസ് ക്യാൻ അല്ലെങ്കിൽ പൂവാളി ആ നനയ്ക്കുന്ന വെള്ളത്തിനോടൊപ്പം തന്നെ നമുക്ക് സ്യൂഡോമോണാസും കൂടെ കലക്കിയിട്ട് ആ വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിച്ചാലും മതി. ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് അത്തരത്തിൽ നനച്ചു കൊടുത്താൽ ഈ തൈ ചീയൽ രോഗത്തിൽ നിന്നും നമുക്ക് നിയന്ത്രണം ലഭിക്കും. പിന്നീട് സ്യൂഡോമോണാസ് പൊടി അല്ലാതെ നമുക്ക് അത് ലിക്വിഡ് ആയിട്ടും കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ തൈകൾ നട്ട് കഴിയുമ്പോൾ ഈ ചകിരിച്ചോറിന് അത്ര കമ്പോസ്റ്റ് ആകാത്ത ചകിരിച്ചോറ് ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള അത്രയും കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാതെ വരുമ്പോൾ ഈ തൈകൾ നല്ല ആരോഗ്യം കുറഞ്ഞതായിട്ടും അല്ലെങ്കിൽ അതിന് ഇലകളൊക്കെ മഞ്ഞളിച്ച് നല്ല വളർച്ച ഇല്ലാത്തതുപോലെ തോന്നുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഒരു ഓൾ 19 അല്ലെങ്കിൽ 19 എന്ന് പറഞ്ഞ് ഒരു വളം വാങ്ങാനായിട്ട് കിട്ടും. അത് തരി രൂപത്തിലാണ്.
പല നിറത്തിൽ, ഒരു പിങ്ക് നിറം അല്ലെങ്കിൽ നീല നിറത്തിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. 1 കിലോഗ്രാമിന് ഏകദേശം ഒരു 145, 150 രൂപ വില വരും. അപ്പൊ അത്തരത്തിൽ ഒരു വളം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തൈകൾ ലഭിക്കും. ഇത്തരത്തിൽ നമ്മൾ തൈ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മാസം പ്രായമാകുന്ന തൈകളാണ് നമുക്ക് കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ ഏറ്റവും നല്ലത്. നമ്മൾ പറിച്ചു നടുന്നതിന് മുമ്പ് ഒരാഴ്ച, ഇപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തൈ ഉൽപ്പാദിപ്പിച്ച് അതാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് നടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ ഈ നനയ്ക്കുന്നതൊന്ന് ക്രമീകരിക്കണം. എന്ന് വെച്ചാൽ 2 നേരവും നനച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 1 നേരമായിട്ട് ക്രമീകരിക്കുക. എല്ലാ ദിവസവും നനയ്ക്കുകയാണെങ്കിൽ 1 നനയ്ക്കുക. അത്തരത്തിൽ നനച്ച് ഈ തൈകളെ ഒന്ന് ദൃഢമാക്കി ഒന്ന് ഹാർഡൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ കൃഷിയിടത്തിലേക്ക് നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തൈകൾ പിടിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് പ്രോട്രയിൽ വളർത്തിയ തൈകൾ പറിച്ചു നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ പ്രായം എന്ന് പറഞ്ഞാൽ 1 മാസം. എന്നാൽ നമുക്ക് 3 ആഴ്ച തൊട്ട് 5 ആഴ്ച വരെ പ്രായമായ തൈകൾ നടാനായിട്ട് ഉപയോഗിക്കാം. എങ്കിലും ഏറ്റവും നല്ലത് ഒരാഴ്ച പ്രായമായ തൈകൾ കൃഷിയിടത്തിലേക്ക് നടാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പൊ ഈ നല്ല സൂര്യപ്രകാശം ലഭിക്കണം. അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഇല്ലാത്ത നല്ല നീർവാർച്ചയുള്ള സ്ഥലവും വേണം ക്യാബേജും അല്ലെങ്കിൽ കോളിഫ്ലവർ കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാൻ. നല്ല രീതിയിൽ മണ്ണ് നമ്മൾ കിളച്ചൊരുക്കി ആ മണ്ണ് കിളയ്ക്കുന്നതിനൊപ്പം തന്നെ കുമ്മായവും ചേർക്കണം. എന്നുവെച്ചാൽ നമ്മുടെ മണ്ണെല്ലാം തന്നെ അമ്ലരസം ഉള്ളതാണ്, അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് കേരളത്തിൽ. അപ്പൊ അതുകൊണ്ട് ആ അമ്ലരസം കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ കുമ്മായം ചേർക്കണം. നമുക്ക് മണ്ണ് പരിശോധിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ആ മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ശുപാർശ കിട്ടും എത്ര കുമ്മായം മണ്ണിലേക്ക് ചേർക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ മണ്ണ് പരിശോധിക്കാൻ സൗകര്യമുള്ളവർ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ശുപാർശ അനുസരിച്ചിട്ടുള്ള കുമ്മായം മണ്ണിൽ ചേർക്കണം. എന്നാൽ അതിനൊരു സൗകര്യമില്ല എങ്കിൽ നമുക്ക് ഒരു പൊതു ശുപാർശ എന്ന രീതിയിൽ ഒരു 1 തൊട്ട് 2 കിലോഗ്രാം വരെ 1 സെന്റിലേക്ക് എന്നുള്ള രീതിയിൽ കുമ്മായം നന്നായിട്ട് മണ്ണുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാന കൃഷിയിടത്തിലേക്ക് തൈകൾ നടാം. അപ്പൊ അത്തരത്തിൽ തൈ നടാനായിട്ട് നമ്മൾ ചാലുകൾ എടുക്കണം. അപ്പൊ ചാലുകളിൽ ഒരു അടി വീതിയിലുള്ള ചാലുകൾ, ഒരു 20 സെന്റിമീറ്റർ ആഴത്തിലുള്ള ചാലുകൾ എടുത്തിട്ട് ആ ചാലില് മേൽമണ്ണും ജൈവവളവും ചേർത്ത് 1/4 ഭാഗത്തോളം നിറയ്ക്കണം. അത്തരത്തിൽ നിറച്ച ചാലുകളിലാണ് നമ്മൾ തൈകൾ നടുന്നത്. അപ്പൊ ജൈവവളം 1 സെന്റിന് 100 കിലോഗ്രാം എന്നുള്ള കണക്കിന് നമ്മൾ ചേർക്കണം. അപ്പൊ ഇപ്പൊ ചില സമയത്തൊക്കെ മഴയൊക്കെ നന്നായിട്ട് പെയ്യുമ്പോൾ ചില ഇടങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്നതെങ്കിൽ ചാലുകൾക്ക് പകരം നമുക്ക് ബെഡുകൾ വാരങ്ങളായിട്ട് എടുത്ത് ആ ബെഡുകൾക്ക് മുകളിൽ തൈകൾ നടാം. അപ്പൊ അങ്ങനെ നമുക്ക് ചാലുകളിൽ വേണമെങ്കിലും അല്ലെങ്കിൽ വാരങ്ങളിൽ വേണമെങ്കിലും തൈകൾ നടാം. അപ്പൊ ഈ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള നടിയിൽ അകലം എന്ന് പറഞ്ഞാൽ 2 ചാലുകൾ തമ്മിൽ 2 അടി അകലം കൊടുക്കണം. അതുപോലെ ഒരു ചാലില് 2 ചെടികൾ തമ്മിൽ നമുക്ക് ഒരു 1.5 അടി തൊട്ട് 2 അടി വരെ കൊടുക്കാം. ഈ പല ഹൈബ്രിഡ് ഇനങ്ങളും നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗം കൊടുത്ത് വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് 2 അടി വരെ കൊടുക്കാം. അതല്ല നമുക്കിപ്പോ അത്ര നന്നായിട്ടൊന്നും നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു 1.5 അടി കൊടുത്താലും മതി. അപ്പൊ 1.5 മുതൽ 2 അടി വരെ അകലത്തിൽ നമുക്ക് ചെടികൾ നടാം. അപ്പോൾ 2 അടിയാണ് 2 ചെടികൾ തമ്മിലും 2 വരികൾ തമ്മിലും നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 1 സെന്റിൽ നമുക്ക് 111 ചെടി നടാനായിട്ട് സാധിക്കും. പിന്നെ ആവശ്യമനുസരിച്ച് നമ്മൾ വളപ്രയോഗം നടത്തണം. വളപ്രയോഗം കൊടുക്കുന്നതിനൊപ്പം തന്നെ ഈ ചെടി വളരുന്ന അനുസരിച്ച് ചെടി ചുവട്ടിലേക്ക് മണ്ണും കൂടി അടുപ്പിച്ചു കൊടുക്കണം. അതുപോലെ കളകൾ വളർന്നു വരുന്നതും കള പറിച്ചു മാറ്റുകയും ചെയ്യണം. നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ജൈവവള കൂട്ടുകൾ കൊടുക്കാം. അപ്പൊ അതിന് നമുക്ക് പച്ചച്ചാണകം സ്ലറി ആയിട്ട് പച്ചച്ചാണകം നേർപ്പിച്ച് 10 ഇരട്ടി വെള്ളമായിട്ട് ചേർത്ത് ഒരു 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ബയോഗ്യാസ് ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് ബയോഗ്യാസ് സ്ലറി നേർപ്പിച്ചു കൊടുക്കാം. അതുപോലെ ഗോമൂത്രം, മണ്ണിലെ കമ്പോസ്റ്റ്, വെർമി വാഷ്, അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ഒക്കെ നമുക്ക് ഒരു 10 ദിവസം ഇടവേളകളിൽ നമുക്ക് ചെടി ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ ഈ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വളരുകയും നല്ല വിളവ് തരികയും ചെയ്യും. ഇത്തരത്തില് പുളിപ്പിച്ച ലായനിയായിട്ട് അല്ലാതെ നമുക്ക് ഒരു ജൈവവള കൂട്ടായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ജൈവവളം, അത് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം, അതുപോലെ വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാരം, പിന്നീട് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ്, കോഴിവളം, ഇത് ഏതൊക്കെയാണോ നമുക്ക് ലഭിക്കുന്നത്
അത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചാക്കിൽ കെട്ടി വെച്ചിരുന്നിട്ട് അത് ഓരോ പിടി വീതം ഒരാഴ്ച വീതം അല്ലെങ്കിൽ 2 പിടി വീതം ഒരു 2 ആഴ്ച കൂടുമ്പോഴോ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല വളർച്ച തരുന്നതാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി തളിക്കാൻ പറ്റുന്ന ഒരു ജൈവവള ഒരു വളർച്ചാ ത്വരകമാണ് കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും പച്ച ചാണകവും കൂടിയുള്ള ഒരു സ്ലറി ആയിട്ടുണ്ടാക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇത് പുളിപ്പിച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഒരു അളവെന്ന് പറഞ്ഞാൽ ഒരു കിലോ കടലപ്പിണ്ണാക്കിന് 1 കിലോഗ്രാം പച്ചച്ചാണകം അത് മിക്സ് ചെയ്ത് അത് മാത്രമായിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് പുളിപ്പിച്ച് ഒരു 5 ദിവസം പുളിപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ മിക്കവാറും ഈ ഈച്ചയൊക്കെ വന്ന് മുട്ടയിട്ടിട്ട് അതിൽ കൂടുതലും പുഴുക്കൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൽ കുറച്ച് വേപ്പൻ പിണ്ണാക്ക് കൂടെ ചേർക്കുകയാണെങ്കിൽ അത്തരത്തില് പുഴുശല്യം കുറഞ്ഞിരിക്കും. കൂടാതെ പുഴുവിന് നമ്മുടെ വേപ്പൻ പിണ്ണാക്കിന് നല്ല പോഷക മൂല്യവുമുണ്ട്, കീടനിയന്ത്രണത്തിനുള്ള ശക്തിയുമുണ്ട്. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു 250 ഗ്രാം വേപ്പൻ പിണ്ണാക്കും കൂടെ ചേർത്ത് ഒരു 5 ദിവസം അതൊന്ന് പൊളിച്ച ശേഷം നന്നായിട്ട് ഇളക്കി ഒരു ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് മത്തി ശർക്കര മിശ്രിതം നമുക്ക് തയ്യാറാക്കി ചെടികൾക്ക് കൊടുക്കാം. 1 കിലോ മത്തിക്ക് 1 കിലോഗ്രാം ശർക്കര. അപ്പോൾ 1 കിലോ മത്തി മുറിച്ച് ഒരു നല്ല വാവട്ടമുള്ള ഒരു കുപ്പി എടുത്ത് അതിൽ 1 ലെയർ മത്തി ഇടുക, പിന്നെ ശർക്കര പൊടിച്ചത് 1 ലെയറായിട്ട് ചേർക്കുക. അങ്ങനെ 1-2 ലെയർ മത്തിയും ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 20 ദിവസം സൂക്ഷിച്ച ശേഷം അത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. അത് വളർച്ചാ ത്വരകമാണ്. ഒരു 2 മില്ലി 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വളർച്ച ലഭിക്കുന്നതിനും അതുപോലെ തന്നെ പല കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതോടെ നമുക്ക് സാധിക്കും. അതിന് പകരം നമുക്ക് മുട്ട അമിനോ ആസിഡ് ഏതൊക്കെയാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതെല്ലാം നമുക്ക് ഇതിന്റെ കൃഷിക്ക് ഉപയോഗിക്കാം. ഞാൻ ജൈവവള പ്രയോഗമാണ് ഇത്രയും സമയം പറഞ്ഞത്. ജൈവവള പ്രയോഗത്തോടൊപ്പം ജൈവകൃഷി അല്ല, നമ്മൾ കുറച്ച് കൂടുതൽ വിപണി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കുറച്ച് വിൽക്കാനും കൂടെയാണ് നമ്മൾ കുറച്ച് കൃഷി ചെയ്യുന്നതെങ്കിൽ അല്പം രാസവളം ചേർത്ത് നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ 1 സെന്റിലേക്കുള്ള ശുപാർശയാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച നമ്മൾ ചെടികൾ പറിച്ച് നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് യൂറിയ ഒരു 650 ഗ്രാമും രാജ്ഫോസ് അല്ലെങ്കിൽ സൂപ്പർ ഫോസ്ഫേറ്റ്, റോക്ക് ഫോസ്ഫേറ്റ് എന്നുള്ള പേരിലൊക്കെ ഫോസ്ഫറസ് അടങ്ങിയ വളം ലഭിക്കും. അതൊരു 2 കിലോഗ്രാമും പൊട്ടാഷ് ഒരു 415 ഗ്രാം നമുക്ക് ആദ്യത്തെ നട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആദ്യത്തെ വളപ്രയോഗം കൊടുക്കാം. അപ്പൊ ഇത്തരത്തിൽ ആദ്യത്തെ വളപ്രയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ വളം മേൽവളമായിട്ട് യൂറിയയും പൊട്ടാഷ്യം മാത്രം മതി. അപ്പോൾ ഫോസ്ഫറസ് വളം നമ്മൾ അടിവളമായിട്ട് ആദ്യമേ തന്നെ കൊടുക്കുകയാണ്. രണ്ടാമത്തെ വളത്തിൽ യൂറിയയും പൊട്ടാഷ്യം മാത്രം മതി. അത് 650 ഗ്രാം യൂറിയയും ഒരു 400 ഗ്രാം പൊട്ടാഷ്യം. ഇത്തരത്തിൽ 2 വളപ്രയോഗം മതിയാകും. രാസവളം കൂടി കൂട്ടി ചേർക്കണം എന്നുള്ളവർക്ക് ഇത്തരത്തിൽ കൊടുക്കുന്നത് നല്ല വിളവ് തരും. ഇപ്പൊ ഈ പ്രധാന കൃഷിയിടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കൂടാതെ നമുക്ക് വീട്ടുവളപ്പിലൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ ഗ്രോ ബാഗിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ ഗ്രോ ബാഗ് നമുക്ക് വിപണിയിൽ വാങ്ങാനായിട്ട് ലഭിക്കും. ഒരു 40 സെന്റിമീറ്റർ നീളവും 24 സെന്റിമീറ്റർ വീതിയുമുള്ള, പുറമെ വെള്ള നിറവും അകത്ത് കറുപ്പ് ലൈനിങ്ങും കറുത്ത നിറവുമുള്ള പോളിപ്രൊപ്പിലീൻ കവറുകൾ കിട്ടും. ഒരു 150 മൈക്രോൺ കട്ടിയുള്ള കവറുകളാണ് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ബാഗുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ തന്നെ വെള്ളം വാർന്നു പോകുന്നതിനുള്ള ഹലോ അപ്പോ നമുക്ക് ഗ്രോ ബാഗിൽ ഇത്തരത്തില് മണ്ണും ജൈവവളവും ചകിരിച്ചോറും ഒരേ അളവിലാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. എന്നിട്ട് ഒരു ഗ്രോ ബാഗിന് 20 ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് കുമ്മായവും ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഗ്രോ ബാഗ് നമ്മൾ നന്നായിട്ട് ജൈവവളമൊക്കെ ചേർത്ത് നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വിളയ്ക്ക് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഗ്രോ ബാഗിന് ഒരു 100 ഗ്രാം വേപ്പൻ പിണ്ണാക്കും ഒരു 100 ഗ്രാം എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നല്ല ചെടികൾ നന്നായിട്ട് വളർന്നു വരും. എന്ന് വെച്ചാൽ നമ്മുടെ ആ നടീൽ മിശ്രിതത്തിൽ തന്നെ നന്നായിട്ട് ജൈവവളം ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ പലപ്പോഴും കുടുംബശ്രീക്കാരൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഗ്രോ ബാഗ് നിറച്ചു കൊടുക്കുന്നതെങ്കിൽ മിക്കവാറും ഈ മണ്ണ് നമ്മൾ ഒരുമിച്ച് ലോറിയിലൊക്കെ ഇറക്കിയിട്ടുള്ള മണ്ണൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ കൂടുതലും ഈ വലിയ കട്ടകളൊക്കെ ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഗ്രോ ബാഗ് തയ്യാറാക്കുമ്പോൾ നമ്മളൊന്ന് മണൽ അരിക്കുന്ന അരിപ്പിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ വീട്ടുവളപ്പിൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആ ഗ്രോ ബാഗുകൾ ടെറസിലൊക്കെ നേരിട്ട് അതേപടി വെക്കാതെ നമുക്ക് ഇഷ്ടിക ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഓടിന്റെ പുറത്തൊക്കെ വെക്കുന്നത് മണ്ണിൽ നമ്മുടെ ടെറസിൽ ഈർപ്പം നിൽക്കാതെയും അതുപോലെ ഗ്രോ ബാഗുകൾ കൂടുതൽ നാൾ ഈട് നിൽക്കുന്നതിനും സഹായിക്കും.
അപ്പോൾ ഇഷ്ടികയാണെങ്കിൽ നമുക്ക് 2 ഇഷ്ടിക ഇതുപോലെ സമാന്തരമായി വെക്കാം. അതല്ല മുറിഞ്ഞ ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ ഈ അടുപ്പ് കൂട്ടുന്ന പോലെ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഗ്രോ ബാഗ് വെക്കാം. അപ്പൊ ഈ ഗ്രോ ബാഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജൈവവള കൂട്ടുകൾ തളിച്ചു കൊടുക്കാം. ജൈവവള കൂട്ട് നമുക്ക് 2 പിടിയോ ഓരോ പിടി വീതം ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ചിരട്ട വീതം ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം. എന്നാൽ കുറച്ച് രാസവളം കൊടുക്കുന്നത് കൊണ്ടും തെറ്റില്ല. നല്ല രീതിയിൽ വിളവ് കിട്ടാൻ ഒരല്പം രാസവളവും ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒരളവാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 4 തവണയായിട്ടാണ് നമ്മൾ രാസവളം കൊടുക്കുന്നത്. പറിച്ച് നടുമ്പോൾ യൂറിയ ഒരു 3 ഗ്രാമും രാജ്ഫോസ് ഒരു 20 ഗ്രാമും പൊട്ടാഷ് ഒരു 2 ഗ്രാമും നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും 3 തവണ യൂറിയയും പൊട്ടാഷ്യം മാത്രം കൊടുക്കാം. ഒരു 3 ഗ്രാം യൂറിയയും 2 ഗ്രാം പൊട്ടാഷ്യം എന്നുള്ള അളവിൽ ഓരോ 2 ആഴ്ച ഇടവിട്ടും നമുക്ക് 3 തവണ കൂടി കൊടുക്കുന്നത് നല്ല വിളവ് തരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രധാന കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതും പിന്നെ വീട്ടുവളപ്പിൽ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതും കണ്ടു. അപ്പൊ ഇനി അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. നമുക്ക് എപ്പോഴും പരിചയം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആ തണുപ്പുള്ള സമയത്ത് നമ്മൾ ക്യാബേജ് കൃഷി ചെയ്യുന്നതാണ് എല്ലാവർക്കും പരിചയം. എന്നാൽ ആ തണുപ്പുള്ള സമയത്തല്ലാതെ നമുക്ക് ഓഫ് സീസൺ ആയിട്ടും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അത് ജൂൺ മുതൽ സെപ്റ്റംബർ എന്ന് വെച്ചാൽ സെപ്റ്റംബർ മിക്കവാറും നമ്മുടെ ഓണക്കാലത്ത് ഓണത്തിന് സ്വന്തമായി തന്നെ കൃഷി ചെയ്ത് ക്യാബേജ് വിളവെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു ഓഫ് സീസൺ ട്രയലുകൾ നമ്മൾ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 3-4 വർഷം ചെയ്യുകയുണ്ടായി. അപ്പൊ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിൽ ആ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന ഇനങ്ങളാണ്. അപ്പൊ ഗ്രീൻ ചലഞ്ചർ എന്നും ഗ്രീൻ വോയേജർ എന്ന് പറയുന്ന 2 ഇനങ്ങൾ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമുക്ക് കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനങ്ങളാണ്. അപ്പൊ ഇത് ജൂൺ തൊട്ട് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ കൂടുതലായും മഴ കൂടുതലുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ റെയിൻ ഷെൽട്ടറിൽ മഴമറകളിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ പല വീടുകളിലും റെയിൻ ഷെൽട്ടറുകളുണ്ട്. അപ്പൊ അത്തരത്തിൽ മഴമറകളിൽ കൃഷി ചെയ്യാൻ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് നമുക്ക് ഈ ഗ്രീൻ ചലഞ്ചറും ഗ്രീൻ വോയേജറും കൃഷി ചെയ്യാം. ഇത് കൂടാതെ കൃത്യത കൃഷി രീതിയിൽ നമുക്ക് വെള്ളവും വളവും എല്ലാം ചെടി ചുവട്ടിൽ ഡ്രിപ്പ് സംവിധാനം വഴി എത്തിക്കുക. അതിൽ ഉയർന്ന ബെഡുകൾ എടുത്ത് അതിൽ മൾച്ചിങ് ഷീറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിനുള്ള വളത്തിന്റെ അളവും നമ്മൾ ചേർക്കുന്ന വളവും എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ രാസവളം 2 തവണ കൊടുക്കുന്നതിന് പകരം ഒരു 30 തവണയായിട്ടാണ് അതിനുള്ളൊരു ഫെർട്ടിഗേഷൻ ഷെഡ്യൂള്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വളർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു 60-65 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ വിളവെടുപ്പിന് പാകമാകും. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് ലഭിക്കാതെയോ അതല്ലെങ്കിൽ കുറച്ച് തണലുള്ള സ്ഥലത്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വിളവെടുപ്പ് നമുക്കൊരു 75-80 ദിവസം വരെയൊക്കെ നീളുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ഹെഡ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹെഡ് നന്നായിട്ട് നമ്മൾ ഞെക്കി നോക്കുമ്പോൾ നല്ല ഉറച്ച ഹെഡുകളാണെങ്കിൽ അത് നമുക്ക് വിളവെടുക്കാനായിട്ട് ഉപയോഗിക്കാം. അത് പുറമേ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഹെഡുകൾക്കൊപ്പം തന്നെ 2-3 പുറമേയുള്ള ഇലകളും കൂടെ വെച്ചിട്ട് അത് മുറിച്ച് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ക്യാബേജ് പോലെ തന്നെയാണ് കോളിഫ്ലവറിന്റെയും കൃഷി രീതി. അപ്പൊ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതിന്റെ ഇനങ്ങളാണ്. കോളിഫ്ലവറിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇനം NS60 നാംധാരിയുടെ തന്നെയാണ് NS60, അതുപോലെ ബസന്തും. ഈ 2 ഇനങ്ങളും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. കൃഷി രീതി ക്യാബേജിന് പറഞ്ഞ പോലെ തന്നെയാണ് കോളിഫ്ലവറിന്റെയും കൃഷി രീതി. പിന്നെ ക്യാബേജിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യം നമ്മൾ കോളിഫ്ലവറിൽ ചെയ്യുന്നത് ഇതിനെ ബ്ലാഞ്ചിങ് എന്ന് പറയും, അഥവാ അതിനെ പൊതിഞ്ഞു കൊടുക്കല്. ഇത്തരത്തില് കോളിഫ്ലവർ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ കേട് നമ്മൾ കഴിക്കുന്ന ഭാഗത്തിന് കേട് എന്ന് പറയും. ഈ കേട് രൂപപ്പെട്ട് വരുമ്പോൾ അത് സൂര്യപ്രകാശം കൂടുതൽ സമയം അടിക്കുന്നത് കൊണ്ട് അത് നമ്മൾ വിളവെടുക്കാൻ പാകമാകുമ്പോൾ ആ കേടുകൾ ഒരുവിധം മഞ്ഞളിച്ച് നിൽക്കുന്നതായിട്ട് മഞ്ഞ നിറമായിട്ട് വരുന്നതാണ് കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള കേടുകൾക്ക് അധികം വിപണി മൂല്യമില്ല. നന്മ വിൽപ്പനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ എപ്പോഴും വിപണിയിൽ പ്രിയം നല്ല തൂവെള്ള നിറത്തിലുള്ള കേടുകൾക്കാണ്. അപ്പൊ അത്തരത്തിൽ നല്ല വെള്ള നിറം ലഭിക്കുന്നതിനും നല്ല ദൃഢമുള്ള കേടുകൾ ലഭിക്കുന്നതിനുമാണ് ഇത്തരത്തിൽ നമ്മൾ പൊതിഞ്ഞു കിട്ടുന്നത്. നമ്മുടെ കേട് രൂപം കൊണ്ട് ഒരു നമ്മുടെ കൈമുഷ്ടിയുടെ വലിപ്പം അതല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോൾ വലിപ്പം എത്തുമ്പോൾ ആ കേടിനെ പൊതിഞ്ഞ് നിൽക്കുന്ന 3-4 ഇലകൾ ചേർത്ത് വെച്ച് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചാക്കുനൂൽ ഉപയോഗിച്ചോ ഒന്ന് ലൂസായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പൊ അത്തരത്തിൽ നമ്മൾ കെട്ടുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ പാകമാകുമ്പോൾ നല്ല വെള്ള നിറത്തിലുള്ള കേടുകൾ ലഭിക്കും.
എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന പുതിയ ഓരോ സീസൺ കഴിയും തോറും പുതിയ പുതിയ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഓരോ വിളകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് വികസിപ്പിക്കുന്ന ഇനങ്ങൾക്ക് തനിയെ തന്നെ സ്വതവേ തന്നെ ആ കേടുകളെ മൂടി നിൽക്കുന്ന ഇലകളായിട്ടാണ് ഇപ്പൊ പുതിയ ഇനങ്ങൾ കാണുന്നത്. അപ്പൊ അത്തരത്തില് ഈ കേടുകളെ മൂടി നിൽക്കുന്ന ഇലകളായിട്ടുള്ള ഇനങ്ങളാണെങ്കിൽ നമ്മൾ വീണ്ടും പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഓപ്പൺ പ്രിസിഷൻ രീതിയിൽ കൃഷി ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പോളി ഹൗസിലും ഇവയെല്ലാം കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് കോളിഫ്ലവറും ബ്രൊക്കോളിയുമാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കർഷകന്റെ കൃഷിയിടമാണ്. ഈ ബ്രൊക്കോളിയും നമ്മുടെ കോളിഫ്ലവർ കൃഷി പോലെ തന്നെയാണ് ചെയ്യുന്നത്. കൃഷി രീതിയെല്ലാം ഒരുപോലെയാണ്. അതിന്റെ ആ കേട് കോളിഫ്ലവർ പോലെ തന്നെ നമ്മൾ ആ ബ്രൊക്കോളിയുടെ കഴിക്കുന്ന ആ ഭാഗം അത് പച്ച നിറത്തിലുള്ള ഹെഡുകളാണ്. ചെറിയ പൂമുട്ടകൾ പോലെയാണ് അത് കാണുന്നത്. കൃഷി രീതി ഒരുപോലെയാണ്. ഇപ്പൊ കോളിഫ്ലവറിൽ ഫെർട്ടിഗേഷൻ രീതിയിൽ കൊടുക്കുന്നതിന്റെ ഒരു ചാർട്ടാണ്. അത് അങ്ങനെ ഫെർട്ടിഗേഷൻ കൃഷി ചെയ്യുന്നത്. അത് പോളി ഹൗസിനുള്ളിലാണെങ്കിൽ നമ്മൾ ഫെർട്ടിഗേഷൻ രീതിയിൽ രാസവളം വെള്ളത്തോടൊപ്പം ഡ്രിപ്പ് സംവിധാനം വഴിയാണ് പോളി ഹൗസിലും കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഷെഡ്യൂൾ, ഒരു ചാർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് 30 തവണകളായിട്ട് ഓരോ 3 ദിവസം കൂടുമ്പോഴുമാണ് നമ്മൾ ഫെർട്ടിഗേഷൻ കൊടുക്കുക. ഇനി കുറച്ച് രോഗങ്ങളും കീടങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതിൽ കാണിക്കുന്നത് നമ്മുടെ വേര് വീക്കം എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇതൊരു കുമിൾ രോഗമാണ്. ഇത് കൂടുതലായും കാണുന്നത് സ്ഥിരമായി ക്യാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്ന ഇടങ്ങളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി പോലെ സ്ഥിരമായി ശീതകാല വിളകൾ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ഈ രോഗം തീവ്രമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ലക്ഷണം ചെടികൾ വാടി നിൽക്കുന്നതാണ്. പകൽ സമയം അതിന്റെ ഇലകൾ വാടി നിൽക്കുന്നതായിട്ടും വെള്ളം കിട്ടാതെ വാടി നിൽക്കുന്നതായിട്ടും രാത്രി കാലങ്ങളിൽ രാവിലെയാകുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലെത്തുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ 2-3 ദിവസം നിൽക്കും. പിന്നീട് പൂർണ്ണമായും ചെടി വാടി നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചെടികൾ നമ്മൾ പിഴുതു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ അസാധാരണമായിട്ട് വീർത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ കുമിൾ ബാധ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരത്തിലെ വീർത്ത വേരുകളിൽ കൂടി വെള്ളവും അതുപോലെ പോഷകമൂലകങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ വരികയും ചെടി നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സ്ഥിരമായി ഒരേ വിള തന്നെ കൃഷി ചെയ്യാതിരിക്കുക. അതുപോലെ ആവശ്യത്തിന് കുമ്മായം നൽകുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കുമിൾനാശിനി പ്രയോഗവും നടത്താം. അടുത്ത രണ്ടാമത്തെ ഒരു രോഗം എന്ന് പറയുന്നത് കരിങ്കാല രോഗം. ഇതും ഒരു കുമിൾ രോഗമാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് നല്ല കറുത്താണ്. ആ രോഗം കാരണം ഇതിന്റെ മണ്ണുമായിട്ട് ചേരുന്ന ഭാഗത്ത് നിന്ന് കറുത്ത നിറത്തിലുള്ള അഴുകല് ചെടിയുടെ മുകളിലേക്കും വേരുകളിലേക്കും രൂപപ്പെടുന്നതാണ് ഈ രോഗം. ഇതും ഒരു കുമിൾ രോഗമാണ്. അടുത്ത ഇലയിൽ കാണുന്ന ഒരു ചീയൽ രോഗമാണ്. ഇതിന്റെ ഒരു ലക്ഷണം ഇലയുടെ അരികിൽ നിന്നും ഉള്ളിലേക്ക് വി ആകൃതിയിൽ ചീഞ്ഞു പോകുന്നതാണ് ഈ രോഗത്തിന്റെ ലക്ഷണം. ഇത്തരത്തില് ഇലയുടെ അരികിൽ നിന്നും ഉള്ളിലേക്ക് വി ആകൃതിയിൽ ചീയലിന്റെ ലക്ഷണം സാന്തമോണാസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ മൂലമാണ്. അടുത്ത ഒരു കുമിൾ രോഗമാണ് ഈ ഇലകരിച്ചിൽ. ഇത്തരത്തിലുള്ള ഇലകരിച്ചിൽ സാധാരണ നമ്മുടെ കാലാവസ്ഥയിലും കണ്ടുവരുന്നുണ്ട്. അത് ഓൾട്ടർനേറിയ എന്ന് പറയുന്ന ഒരു കുമിൾ കാരണമാണ് ഇത്തരത്തിലുള്ള രോഗം കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പൊതുവേ ഉള്ള രോഗങ്ങൾക്ക് നമുക്കൊരു ഒരു ഒരു സംയോജനമായിട്ടുള്ള നിയന്ത്രണ മാർഗം നമുക്ക് അവലംബിക്കാം. അപ്പോൾ പല രോഗങ്ങളും മണ്ണിൽ കൂടി പകരുന്ന കുമിൾ രോഗങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ ചേർക്കുന്ന ജൈവവളം അത് സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിൽ കൂടി പകരുന്ന പല രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് ജൈവവളം നമ്മൾ സമ്പുഷ്ടീകരിക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു മിത്ര കുമിളാണ്. അപ്പോൾ ഒരു 100 കിലോഗ്രാം ജൈവവളം സമ്പുഷ്ടീകരിക്കാനായിട്ട് നമുക്ക് ആവശ്യം വേണ്ടി വരുന്നത് ഒരു 90 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടിയും ഒരു 10 കിലോഗ്രാം വേപ്പൻ പിണ്ണാക്കും വേണം. ആ 10 കിലോഗ്രാം വേപ്പൻ പിണ്ണാക്കും ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് 1 കിലോഗ്രാം ട്രൈക്കോഡർമയും നല്ല രീതിയിൽ അല്പം വെള്ളം കൂടെ തളിച്ച് ഒരു ഈർപ്പം വരുന്ന പോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം. അത് തണലുള്ള സ്ഥലത്താണ് അത്തരത്തിൽ ചെയ്യേണ്ടത്. മിക്സ് ചെയ്ത ശേഷം അത് നമ്മൾ ഒരു കൂന കൂട്ടി വെച്ച് അതിൽ ഈർപ്പമുള്ള നനഞ്ഞ ചണച്ചാക്കോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉപയോഗിച്ച് മൂടിയിടണം. 2-3 ദിവസം ആകുമ്പോൾ ഒന്ന് നോക്കണം അതിൽ ഈർപ്പമുണ്ടോ എന്ന്. അപ്പൊ അത്തരത്തിൽ ഈർപ്പമില്ലെങ്കിൽ അല്പം വെള്ളം തടിച്ച് അത് ഈർപ്പം വരുത്തുകയും അതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും കൂന കൂട്ടി കൊടുക്കുകയും ചെയ്യണം. ഒരു 5-6 ദിവസമൊക്കെ ആകുമ്പോൾ അതിൽ കുമിളിന്റെ പൂപ്പല് പോലെ വളർന്നു വരുന്നതായിട്ട് കാണാം. ഇത്തരത്തിൽ വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്താണ് നമ്മൾ ജൈവവളം സമ്പുഷ്ടീകരിക്കുന്നതെങ്കിൽ ഒരു 8-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കത് കൃഷിയിടത്തിലേക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം.
അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പല മണ്ണിൽ കൂടി പകരുന്ന രോഗങ്ങളും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായം ഒരു 1 തൊട്ട് 2 കിലോഗ്രാം വരെ കുമ്മായം 1 സെന്റിന് എന്നുള്ള രീതിയിൽ കൊടുക്കുക. പിന്നെ സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവിട്ട് നമുക്ക് ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം, മണ്ണിൽ ഒഴിച്ചും കൊടുക്കാം. പിന്നെ അത്യാവശ്യം നമുക്ക് നിയന്ത്രിക്കാൻ ഈ മാർഗങ്ങളിൽ കൂടെ രോഗം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് കുമിൾനാശിനി പ്രയോഗം നടത്താം. അതിന് നമുക്ക് അടുത്തുള്ള കൃഷിഭവനിൽ ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ച്. ഇനി കീടങ്ങൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കീടമാണ് ഡയമണ്ട് ബാക്ക് മോത്ത് എന്ന് പറയുന്ന ഒരു ശലഭം. അപ്പൊ ഇതിന് ആ പേര് വരാൻ കാരണം അതിന്റെ ശലഭത്തിന്റെ പുറത്ത് ഒരു ഡയമണ്ട് ആകൃതിയിലുള്ള പാടുകൾ ഉള്ളത് കൊണ്ടാണ് അതിനെ ഡയമണ്ട് ബാക്ക് മോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മിക്കവാറും വീട്ടമ്മമാർക്ക് ഈ ശലഭത്തിനെ അല്ല ഇതിന്റെ പുഴുവിനെ പരിചയമുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ ഒക്കെ വാങ്ങുമ്പോൾ ആ കോളിഫ്ലവറിന്റെ ഇതളുകൾക്കുള്ളിൽ ഇത്തരത്തിൽ പച്ച നിറത്തിലുള്ള പുഴുക്കളെ കാണാം. ഇതുപോലെ വല കെട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അത് ഈ ഡയമണ്ട് ബാക്ക് മോത്തിന്റെ പുഴുക്കളാണ്. കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രധാന ശത്രുവാണ് ഈ കീടം. അപ്പൊ ഇതിനെ നശിപ്പിക്കാനായിട്ട് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മെഡിസിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഉപയോഗിക്കാം. അപ്പം കാർഷിക സർവകലാശാല തന്നെ KU രക്ഷ എന്നുള്ള പേരിൽ റെഡിമെയ്ഡ് ആയിട്ട് ഇതിപ്പോൾ ലഭിക്കും. അതൊരു 6 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തളിച്ചു കൊടുത്താൽ ഇത്തരത്തിലുള്ള പുഴുക്കളെയും പുഴുക്കളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. കൂടാതെ മെറ്റാറൈസിയം എന്ന് പറയുന്ന മിത്രക്കുമിൾ നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ ബിവേറിയ അത് 20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് തളിച്ചു കൊടുത്താൽ ഈ പറയുന്ന പുഴുക്കളെയും മൃദുശരീരികളായ പ്രാണികളെയും ഒക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കൂടുതലായും കണ്ടുവരുന്ന ഒന്നാണ് ഈ കട്ടപ്പുഴു അല്ലെങ്കിൽ സ്പോഡോപ്റ്റിറ. അപ്പൊ ഈ പുഴുക്കളുടെ ആക്രമണം കൂടുതലായിട്ട് നമ്മൾ രാത്രികാലങ്ങളിലാണ് കാണുന്നത്. പകൽ സമയം ഇവ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചെടികളിൽ തന്നെ കീടനാശിനി പ്രയോഗമൊക്കെ നടത്തിയാലും ഈ പുഴുവിനെ നശിപ്പിക്കുക പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കാബേജും കോളിഫ്ലവർ മാത്രമല്ല, മറ്റ് പച്ചക്കറി വിളകൾ നമ്മുടെ പയറ്, ചീര, തക്കാളി, അതുപോലെ ഒട്ടുമിക്ക പച്ചക്കറി വിളകളെയും ആക്രമിക്കുന്ന ഒരു പുഴുവാണ്. അപ്പൊ ഇതിനെ നമുക്ക് നശിപ്പിക്കാനായിട്ടൊരു വിഷക്കണി ഉപയോഗിച്ച് നമുക്ക് നശിപ്പിക്കാം. ആ ഒരു വിഷക്കണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ പുഴുക്കള് ആകർഷിച്ച് അത് എത്തുകയും ആ വിഷം ഭക്ഷിച്ച് അത് ചാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് 1 കിലോ തവിട്, അതിൽ 100 ഗ്രാം ശർക്കരയും 10 ഗ്രാം കീടനാശിനി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി ഓരോ ചിരട്ടകളിൽ അവിടെ എവിടെയായിട്ട് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വെക്കുകയും രാവിലെ ആകുമ്പോൾ തന്നെ നമ്മളതെടുത്ത് മാറ്റുകയും വേണം. അത്തരത്തിൽ ആകർഷിച്ച് ഈ പുഴുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവർക്കും ഈ കാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്യുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒച്ച്. അപ്പൊ ഈ ഒച്ചുകളും നേരത്തെ ഞാൻ പറഞ്ഞ ആ പുഴുവിനെ പോലെയാണ്, രാത്രിയാണ് കൂടുതലായും ആക്രമിക്കുന്നത്. രാത്രികാലത്ത് വന്ന് തിന്നെയും പിന്നീട് പകൽ സമയം അത് ഗ്രോ ബാഗിന്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തൊണ്ടിന്റെ അടിയിലും ഈർപ്പമുള്ള സ്ഥലത്തൊക്കെ പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് രാത്രി നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ വന്നിരുന്ന് ഇതിനെയൊക്കെ തിന്നുന്നതായിട്ട് കാണാം. അപ്പൊ അതിനെ പിടിച്ചെടുത്ത് ഉപ്പിട്ടോ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയുക. കൂടുതൽ അത്തരത്തിലുള്ള നിയന്ത്രണ മാർഗമാണ് ഇതിനെയൊക്കെ നശിപ്പിക്കാൻ നല്ലത്. എന്നാൽ നമ്മൾ കൂടുതൽ കൃഷിസ്ഥലത്തേക്ക് കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പിടിച്ച് എടുത്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് ഈ ഒച്ച് നാശിനികൾ നമുക്ക് വിപണിയിലേക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ആ സമയം നമുക്ക് അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം ഒച്ചിനെ നശിപ്പിക്കുന്ന അത്തരത്തിലുള്ള കെമിക്കൽസ് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. അങ്ങനെ ഇതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല കീടങ്ങളെയും നശിപ്പിക്കാനായിട്ട് നമുക്ക് സ്വന്തമായി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. അപ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് സ്വന്തമായി തയ്യാറാക്കി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വിപണിയിൽ വേപ്പെണ്ണ അടങ്ങിയ ലായനികൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. വേപ്പെണ്ണ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എക്കോനീം അല്ലെങ്കിൽ അസാഡിറാക്റ്റിൻ, നീമസാൽ എന്ന പല പേരുകളിലുള്ള നമുക്ക് വാങ്ങാനായിട്ട് വിപണിയിൽ ലഭിക്കും. അത് വാങ്ങി ഒരു 4 മില്ലി 1 ലിറ്റർ എന്നുള്ള രീതിയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വേപ്പെണ്ണ അടങ്ങിയ മിശ്രിതം തളിച്ചു കൊടുക്കാം. പിന്നെ കാന്താരി ഗോമൂത്രം കാന്താരി മിശ്രിതം തളിച്ചാൽ പല പുഴുക്കളെയും നമുക്ക് നശിപ്പിക്കാം. അതുപോലെ തന്നെ മൃദുശരീരികളായ പല പ്രാണികളെയും, നമ്മുടെ മുഞ്ഞ അല്ലെങ്കിൽ പുഴുക്കളെയും അത്തരത്തിലുള്ള പ്രാണികളെയൊക്കെ നമുക്ക് ഈ ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതം ഉപയോഗിച്ച് നശിപ്പിക്കാം.
ഒരു 10 ഗ്രാം കാന്താരി മുളകും 1 ലിറ്റർ ഗോമൂത്രമാണ് അത്തരത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യം. അപ്പൊ 10 ഗ്രാം കാന്താരി നല്ല രീതിയിൽ നമ്മൾ മിക്സിയിലെങ്ങാനും വെള്ളം ചേർത്ത് നല്ല രീതിയിൽ അത് അടിച്ച് അതിന്റെ ജ്യൂസ് അരിച്ചെടുത്തിട്ട് ഗോമൂത്രവുമായി ചേർത്ത് ഒരു 10 ഇരട്ടി വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിലുള്ള മൃദുശരീരികളായ പ്രാണികളെയും അതുപോലെ പുഴുക്കളെയും ഒക്കെ നമുക്ക് നശിപ്പിക്കാം. അപ്പൊ അത്തരത്തിൽ ജൈവ മാർഗത്തിൽ കൂടി തന്നെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ പലപ്പോഴും ഈ രോഗങ്ങളും കീടങ്ങളും അല്ലെങ്കിൽ കീടങ്ങളോ അല്ലാതെ നമ്മുടെ ചൂട് കൂടുന്ന ആ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ പല പോഷകങ്ങളുടെ കുറവ് കൊണ്ടോ ഉള്ള ന്യൂനതകളൊക്കെ കണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് കോളിഫ്ലവറിൽ കാണുന്ന ഈ ബട്ടണിങ് എന്ന് വെച്ചാൽ തീരെ ചെറിയ ബട്ടൺ പോലുള്ള ചെറിയ കേടുകളായിരിക്കും ലഭിക്കുന്നത്. അപ്പൊ ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ തൈകൾ പറിച്ചു നടുമ്പോൾ മൂപ്പ് കൂടിയ തൈകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു 5 ആഴ്ച വരെ പ്രായമായ തൈകൾ നടാം. എന്നാൽ 5 ആഴ്ചയ്ക്ക് മുകളിൽ പ്രായമായ തൈകൾ, വളരെ മൂപ്പ് കൂടിയ തൈകൾ നമ്മൾ കൃഷിയിടത്തിലേക്ക് നടുകയും എന്നാൽ വളരെ നല്ല ഒരു കാലാവസ്ഥ അതിന് അടുത്ത ദിശയിലേക്ക് പോകാൻ, അതിന്റെ കായിക വളർച്ച കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് വളർച്ചാ ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു അനുകൂലമായ കാലാവസ്ഥ വരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കേട് രൂപം കൊള്ളുകയും ചെയ്യും. പക്ഷെ തീരെ ചെറിയ കേടായിരിക്കും. അപ്പൊ അത്തരത്തിൽ കാണുന്ന ലക്ഷണമാണ് ഈ ബട്ടണിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പൊതുവെ നമ്മൾ കാണുന്ന ഒന്നാണ് ബ്ലൈൻഡ്നെസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇലകളൊക്കെ വളർന്നു നിൽക്കും, എന്നാൽ അതിന്റെ നടുക്ക് നിന്ന് നമുക്ക് ഹെഡോ കേടോ ഒന്നും ലഭിക്കില്ല. അപ്പൊ ഇതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി തൈകൾ പറിച്ച് നടുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അതിന്റെ പ്രധാന മുകുളം, ആ നടുക്കുള്ള മുകുളം നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ നടുമ്പോൾ ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കീടങ്ങൾ പ്രാണികൾ എന്തെങ്കിലും കടിച്ചൊടിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്നൊന്നും ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ചെടി നടുമ്പോഴോ പിന്നീടുള്ള സമയത്തോ അതിന്റെ പ്രധാന മുകുളം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഫോട്ടോയിൽ കാണുന്നത് ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. വളരെയധികം ചൂട് കൂടുമ്പോൾ ഈ കോളിഫ്ലവറിന്റെ കേടിന്റെ ഇടയ്ക്ക് നിന്ന് ചെറിയ ഇലകൾ രൂപക്കൊള്ളുകയും അതുപോലെ തന്നെ പൂമൊട്ടുകൾ പോലെ രൂപം കൊള്ളുകയും അതിൽ തന്നെ പേർപ്പിൾ നിറത്തിൽ പൂമൊട്ടുകൾ മാറുകയും ചെയ്യും. ഇത് കൂടുതൽ ചൂടുള്ള അവസ്ഥയിലാണ് ഇത്തരത്തിൽ കാണുന്നത്. പിന്നെ നമ്മൾ സാധാരണ കൃഷി ചെയ്യുമ്പോൾ ചില ഇടങ്ങളിലെങ്കിലും കണ്ടുവരുന്നതാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ. അത് ക്യാബേജിലാണെങ്കിൽ ക്യാബേജിന്റെ ഇലയുടെ അരികിൽ നിന്നും ഉള്ളിലേക്ക് ബ്രൗൺ നിറത്തിൽ ചെറുതായിട്ട് കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അത് ഇളം ഇലകളിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ കോളിഫ്ലവറിലാണെങ്കിൽ കോളിഫ്ലവർ വിളവെടുക്കാനൊക്കെ പാകമാകുമ്പോൾ അതിന്റെ നടുക്ക് ഭാഗത്ത് നിന്ന് ബ്രൗൺ നിറത്തിൽ കേടില് ബ്രൗൺ നിറമാകുകയും അത് നമ്മൾ മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ ഹോളോ ആയിട്ട് ഹോൾസ് ഫുൾ മുഴുവനായിട്ട് നിറയാതെ ഹോളുകളായിട്ട് കാണുകയും ചെയ്യാം, ഹോളോ ആയിട്ട് കാണാം. അപ്പൊ ആ 2 ലക്ഷണങ്ങളും ബോറോൺ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ ക്യാബേജിൽ നമ്മൾ ആദ്യ സമയത്താണ് ഇത് കാണുന്നതെങ്കിൽ ബോറാക്സ് എന്ന് പറയുന്ന ബോറാക്സ് നമ്മൾ ഒരു 2 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സോലിബോർ എന്ന് പറയുന്നത് 1 ഗ്രാം 1 ലിറ്ററിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും കൃഷിയാണ്. അപ്പൊ അത് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷുമാണ്. അപ്പൊ ഇവ 3 ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷും നമ്മൾ തൈകൾ നേരിട്ട് ആണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ക്യാരറ്റിന് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇനങ്ങൾ പൂസ രുധിര, പൂസ നയൻജ്യോതി, പൂസ മേഖലി. ഇത് 3ഉം ഇന്ത്യൻ കാർഷിക ഗവേഷണ കേന്ദ്രം ന്യൂഡൽഹിയിൽ നിന്നും പുറത്തിറക്കിയ ഇനങ്ങളാണ്. പിന്നെ ഉള്ളത് സൂപ്പർ കുറോഡ, ഇൻറ്റാം കുറോഡ എന്നീ ഓറഞ്ച് നിറത്തിലുള്ള ഇനങ്ങളും നമുക്കിവിടെ കൃഷി ചെയ്യാം. അതിൽ ഇൻറ്റാം കുറോഡ എന്ന് പറഞ്ഞാൽ ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സ് പുറത്തിറക്കിയ ക്യാരറ്റിന്റെ ഇനമാണ്. ഈ ഒരു സീസൺ നമുക്ക് ക്യാരറ്റും എല്ലാം കൃഷി ചെയ്യാനുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതലാണ് നമ്മൾ ശീതകാല വിളകളെല്ലാം തന്നെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാരറ്റ് ഒരു സെന്റിലേക്ക് നമുക്ക് ക്യാരറ്റ് കൃഷി ചെയ്യാനായിട്ട് 25 ഗ്രാം വിത്ത് വേണ്ടിവരും. നമ്മൾ നേരിട്ടാണ് കൃഷിയിടത്തിൽ നടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വിത്തിന്റെ അളവ് കൂടുതൽ വേണ്ടി വരുന്നത്. ക്യാബേജും കോളിഫ്ലവർ ആകുമ്പോൾ നമുക്കൊരു 2 ഗ്രാം മതി. ആ സ്ഥാനത്ത് ഇത് 25 ഗ്രാം വിത്താണ് നമുക്ക് ആവശ്യം. ഇത് ഒരു ജീരകത്തിന്റെ അല്ലെങ്കിൽ ഒരു ജീരക വിത്ത് ഒന്ന് പരന്നത് പോലെയാണ് ക്യാരറ്റിന്റെ വിത്ത് ഇരിക്കുന്നത്. ക്യാരറ്റിന് കിഴങ്ങുകളായിട്ടാണ് രൂപപ്പെട്ട് വരുന്നത്. അപ്പൊ ആ ക്യാരറ്റ് നന്നായിട്ട് വളരുന്നതിന് നമ്മൾ ബെഡുകളായിട്ട്
തടങ്ങളിലാണ് ക്യാരറ്റ് കൃഷി ചെയ്യുക. ക്യാരറ്റ് മാത്രമല്ല ബീട്രൂട്ടും എല്ലാം നമ്മൾ തടങ്ങൾ എടുത്ത് കൃഷി ചെയ്യണം. നല്ല രീതിയിൽ മണ്ണിൽ കല്ലും കട്ടയും അതിൽ ചാണകത്തിൻ്റെയൊക്കെ ആണെങ്കിൽ ഉണങ്ങി പൊടിയാത്ത ജൈവ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക. അഴുകി പൊടിയാത്ത ജൈവാവശിഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡുകളാണ് ക്യാരറ്റ് കൃഷിക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു 20 സെന്റിമീറ്റർ ഉയരത്തിലും ഒരു 45 സെന്റിമീറ്റർ വീതിയിലും തടങ്ങൾ എടുത്ത് അതിൽ 10 സെന്റിമീറ്റർ ഇടവിട്ട് വരികളായിട്ടാണ് വിത്ത് പാകേണ്ടത്. അപ്പോൾ ക്യാരറ്റിൻ്റെയൊക്കെ തീരെ ചെറിയ വിത്തുകളായതുകൊണ്ട് ഒരു 2-3 ഇരട്ടി മണലുമായി ചേർത്ത് 1 സെന്റിമീറ്റർ ആഴത്തിൽ വരിയായിട്ട് നമുക്ക് വിത്ത് പാകാം. ഇപ്പോൾ ഒരു 10 സെന്റിമീറ്റർ അകലം നൽകി 2 വരികൾ എടുക്കുക. എന്നിട്ട് അതിൽ വരിയായിട്ട് നമ്മൾ വിത്തുകൾ പാകുക. ഒരു 3 തൈകൾ മുളച്ച് ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോൾ ആ വരിയിൽ തന്നെ 2 ചെടികൾ തമ്മിൽ 10 സെന്റിമീറ്റർ അകലം നിലനിർത്തിക്കൊണ്ട് അതിനിടയ്ക്കുള്ള തൈകളെല്ലാം നമ്മൾ പിഴുത് മാറ്റണം. എന്ന് പറഞ്ഞാൽ 2 വരികൾ തമ്മിൽ 10 സെന്റിമീറ്റർ അകലവും ആ ഒരു വരിയിൽ തന്നെ 2 ചെടികൾ തമ്മിൽ 10 സെന്റിമീറ്ററും അകലം വരുന്ന രീതിയിൽ നമ്മൾ ചെടികളുടെ എണ്ണം ക്രമീകരിക്കണം. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം രാസവള പ്രയോഗം കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ യൂറിയയും രാജ്ഫോസും പൊട്ടാഷ്യം അടിവളമായിട്ടും, പിന്നെ 1 മാസം കഴിഞ്ഞ് യൂറിയ മാത്രം 325 ഗ്രാമും നമുക്ക് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ജൈവവള പ്രയോഗം മാത്രം നടത്തിയാലും മതി. വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വിളവെടുപ്പിന് പാകമാകും. ഒരു 65 തൊട്ട് 80 ദിവസമാണ് ഈ ഇനങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ഒരു വിളവെടുപ്പിനുള്ള വ്യത്യാസം. പിന്നെ ഇതിൽ ക്യാരറ്റ് കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കാണുന്നത്, ആദ്യത്തെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഫോർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് വളർന്ന് താഴേക്ക് വരുമ്പം വലിയ കല്ലോ കട്ടയോ അല്ലെങ്കിൽ അഴുകി പൊടിയാത്ത ജൈവാവശിഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സം എത്തുന്ന ആ ഭാഗത്ത് വെച്ച് അതിന്റെ വളർച്ച നിൽക്കുകയും ആ തടസ്സം ഒഴിവാക്കി അത് വീണ്ടും വളരുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ വരുന്ന ക്യാരറ്റുകൾക്ക് നമുക്ക് വിപണിയിൽ അത്ര മൂല്യമുണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിയിടം ഒരുക്കുമ്പോൾ വളരെ നന്നായിട്ട് കല്ലും കട്ടയും ഒക്കെ മാറ്റി തന്നെ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നീട് കാണുന്ന ഒന്നാണ് ക്യാരറ്റിനെ ഒരു വിണ്ട് കീറിയ പോലെ കാണുന്നത്. അപ്പൊ അത് കൂടുതലായിട്ടും നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ നമ്മൾ നടിയിലകലം കൃത്യമായിട്ടുള്ള അകലമല്ല, കൂടുതൽ നടിയിലകലം കൊടുക്കുകയാണെങ്കിലും ഇത്തരത്തിൽ പൊട്ടിപ്പിളർന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തത് ബീട്രൂട്ടാണ്. ക്യാരറ്റിന്റെ കൃഷി പോലെ തന്നെയാണ് ബീട്രൂട്ടിലും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള അതിനനുയോജ്യമായ ഇനങ്ങളാണ്. അതിൽ ഡെട്രോയിറ്റ് ഡാർക്ക് റെഡ്, മധുർ, ഇൻഡം റൂബി ക്വീൻ എന്നീ ഇനങ്ങൾ നമുക്ക് ബീട്രൂട്ടിൽ നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യാം. അപ്പോൾ അതിന് വിത്ത് ഒരു 30 ഗ്രാമാണ് നമുക്ക് 1 സെന്റിലേക്ക് ആവശ്യം. ഈ ബീട്രൂട്ടിൽ നമുക്ക് വിത്ത് ബോളുകളായിട്ടാണ്, ഓരോ വിത്തും ഒരു 2-3 വിത്തുകൾ കൂടി ചേർന്നിട്ടുള്ള വിത്ത് ബോളുകളായിട്ടാണ് ഈ ബീട്രൂട്ടിന്റെ വിത്തുകൾ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ തന്നെ 2-3 തൈകൾ മുളച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു തൈ മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയുള്ള തൈകൾ പിഴുത് മാറ്റിക്കളയണം. അപ്പൊ ഇത് നടാനുള്ള ഇടയകലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡുകൾ എടുത്ത് അതിൽ 2 വരികൾ തമ്മിൽ 20 സെന്റിമീറ്ററും 2 ചെടികൾ തമ്മിൽ 15 തൊട്ട് 20 സെന്റിമീറ്ററും വരുന്ന രീതിയിൽ ചെടികളുടെ എണ്ണം ക്രമീകരിക്കണം. ആവശ്യമാണെങ്കിൽ നമുക്ക് രാസവള പ്രയോഗം നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കാം. ഒരു 65 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വിളവെടുപ്പിന് പാകമാകും. അപ്പൊ അത് നമ്മൾ നടുന്ന ഇനം അനുസരിച്ച് 65 തൊട്ട് 80 ദിവസം വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ആദ്യം ഒന്ന് സാമ്പിളായിട്ട് 1-2 ചെടികൾ പറിച്ചു നോക്കി അത് കിഴങ്ങ് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളവെടുക്കാം. അടുത്തതാണ് റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി. റാഡിഷിനും നമ്മുടെ ക്യാരറ്റിനോട് സദൃശ്യമുള്ള കൃഷി രീതിയാണ്. അപ്പൊ അതിന് അനുയോജ്യമായ ഇനങ്ങളാണ് ജാപ്പനീസ് വൈറ്റ്, അർക്കാനിഷാത്ത്, പൂസ ചേട്കി, പൂസ രശ്മി, പൂസ ദേശി എന്നീ ഇനങ്ങൾ. ഒരു 30 ഗ്രാം 1 സെന്റിലേക്ക് ആവശ്യമാണ്. നേരത്തെ ക്യാരറ്റിന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ ഇടയകലം 10 സെന്റിമീറ്റർ വരികൾ തമ്മിലും 10 സെന്റിമീറ്റർ ചെടികൾ തമ്മിലും ഇടയകലം നൽകുക. ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് രാസവള പ്രയോഗം നടത്താം. വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ റാഡിഷ്. ഒരു 40-45 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാനായിട്ട് ആരംഭിക്കാം. ചില ഇനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ദിവസം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചവർപ്രസം കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ആകുമ്പോൾ വിളവെടുക്കാൻ കഴിയുന്ന വിളയാണ് ഈ നമ്മുടെ റാഡിഷ്. അപ്പോൾ ശീതകാല വിളകളായ ക്യാബേജും കോളിഫ്ലവറും അതുപോലെ കിഴങ്ങ് വർഗ വിളകളായ ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷിന്റെയും കൃഷി രീതിയാണ് ഇത്രയും സമയം ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ. പക്ഷെ നമ്മൾ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തൈ ഉൽപാദനത്തിലേക്ക് പോകാതെ നമുക്ക് വിത്ത് ഉപയോഗിച്ച് തൈ ഉൽപാദനത്തിൽ പോകാതെ തൈകൾ
നമുക്കിപ്പം മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട്, മാർക്കറ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ കൃഷിഭവനുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃഷി വകുപ്പിൽ നിന്നും തന്നെ തൈകൾ കൊടുക്കുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ ഫാമുകളിലുണ്ട്, കൃഷിഭവനുകൾ വഴി കൊടുക്കുന്നു. കൂടാതെ കാർഷിക സർവകലാശാലയുടെ പല കേന്ദ്രങ്ങളിലും UFPCKയുടെ പല വിപണന കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഇന്ന് ഈ പറഞ്ഞ ശീതകാല വിളകളുടെ തൈകൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം വാങ്ങി നമുക്ക് തൈകൾ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും വിളകളെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം നോക്കാം. ഹലോ ഹലോ ആ ഹലോ, ഇതിന്റെ വിത്തുകളെല്ലാം കൃഷിഭവനിൽ ലഭ്യമാണോ? ഇതിന്റെ വിത്ത് കാണില്ല. ഇതില് കാബേജിനെ കോളിഫ്ലവറിന്റെ ഒക്കെ തൈകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഹലോ ഹലോ ആ കേക്കാം, ചോദിച്ചോളൂ. നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഹലോ സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ശീതകാല പച്ചക്കറി കൃഷിയെ പറ്റിയുള്ള ക്ലാസ് എടുത്തു തന്നത് ഡോക്ടർ നിഷി KVK കൊല്ലം. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സേവനം ചെയ്യുന്നു. നമ്മുടെ ഈ ക്യാബേജ്, കോളിഫ്ലവർ, റാഡിഷ്, ക്യാരറ്റ് എന്നിവയെ പറ്റിയെല്ലാം നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ ഈ വർഷം നമ്മുടെ സമയം ഒരു മാസം പിന്നോട്ട് പോകുന്നു. അത് കാരണം നമുക്കിനി വിത്ത് വാങ്ങിയുള്ള കൃഷി ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ലഭ്യമായ തൈകൾ ഉപയോഗിച്ച് കൃഷിഭവനുകളിലും ഫാമുകളിലും KVK അതേപോലെ അയൽക്കൂട്ടങ്ങൾ ഇവരെല്ലാം ക്യാബേജ്, കോളിഫ്ലവറിന്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തൽക്കാലം വാങ്ങി കൃഷി ചെയ്യുക മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഇതിന് പ്രത്യേകമായിട്ടുള്ള സമയം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒക്ടോബർ തൊട്ടുള്ള ഒരു കൃഷിയാണ്, ഫെബ്രുവരി വരെയാണ് ഇതിന്റെ ഒരു കാലയളവ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൽ. അത് കാരണം കൃഷിഭവനിൽ നിന്നും ഫാമുകളിൽ നിന്നുമൊക്കെ വാങ്ങി തൈകൾ വെച്ച് നമ്മൾ പരിപാലിച്ച് നല്ലൊരു കൃഷി നമുക്ക് എടുക്കാം. ഇതിന്റെ ക്ലാസ് എടുത്തു തന്ന നിഷിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പന്തളം ഫാമേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.